അപ്പോൾ ഇന്ന് ഭയങ്കര സ്വീറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ച് സൊമാറ്റോയിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ ക്വീൻ പാറ്റിസറി എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് നമ്മുടെ ചാലക്കുടിയിലുണ്ട്. അത് കണ്ടത്, അതിൻ്റെ ആ ഒരു പേജ് കണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കുറേ ഐറ്റം ഉണ്ട്. ഒബ്വിയസ്ലി സൊമാറ്റോയിൽ ഇച്ചിരി റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ അവിടെ ഷോപ്പിൽ പോയിട്ട് 2 സാധനങ്ങൾ മേടിച്ചു. ടിറാമിസു ടപ്പ് കേക്കും അതുപോലെ തന്നെ അസോർട്ടഡ് ബ്രൗണീസും. അപ്പോൾ ഞാൻ ടിറാമിസു ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. എനിക്കിതിൻ്റെ ഫ്ലേവർ മുന്നേ അറിയത്തില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നത്. പക്ഷേ അതിൽ ലേഡി ഫിംഗർ ബിസ്ക്കറ്റ് യൂസ് ചെയ്യുന്നതെന്നുള്ളതറിയാം, കോഫി ഫ്ലേവേർഡാണെന്നറിയാം. ആൻഡ് ഇത് ഒരു രക്ഷയില്ല. ഇത് വന്നിട്ട് കേക്കാണ് അത് യൂസ് ചെയ്തേക്കുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ഇതെനിക്ക് കിട്ടിയില്ല. ആ ഒരു കേക്കിൻ്റെ ഒരു ഫ്ലേവർ ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇങ്ങനെ മെൽറ്റ് ചെയ്ത് പോവുക. കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് അത്രയും അടിപൊളി സാധനമാണെന്നുള്ളത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാനും ഇങ്ങനെ മെൽറ്റ് ചെയ്ത് പോകും. നമ്മൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളങ്ങ് വായിലിട്ടാൽ മതി, അതങ്ങനെ അങ്ങ് മെൽട്ടായി പോകും. അടിപൊളി സാധനമാണ്. പിന്നെ ഞാൻ മേടിച്ചത് അസോർട്ടഡ് ബ്രൗണീസാണ്. അപ്പോൾ അതിൽ ചോക്ലേറ്റ് വരുന്നുണ്ട്, ലോട്ടസ് ബിസ്കോഫ് വരുന്നുണ്ട്, പിന്നെ പിസ്താഷ്യോ ഫ്ലേവറാണ് വരുന്നത്. ഇത് ഞാൻ അത്രയും അങ്ങ് സാറ്റിസ്ഫൈഡ് അല്ല. ചോക്ലേറ്റ് അടിപൊളിയായിരുന്നു, പക്ഷേ ലോട്ടസ് ബിസ്കഫ് ആണെങ്കിലും പിസ്താഷ്യോ ആണെന്നുണ്ടെങ്കിലും അത്ര അങ്ങ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ ചോക്ലേറ്റ് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ ചാലക്കുടിയിലുള്ള എമ്മ പാസ്ട്രീസിൻ്റെയും ബെല്ല മരിയുടെയും നടുക്കാണ്, ക്വീൻസ് പാറ്റിസറി.